ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെറ്റില വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പല്ലിയൊക്കെ തുരത്താൻ പറ്റുന്ന അടിപൊളി സൂത്രമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇടികല്ലിലേക്ക് നമുക്ക് ആദ്യം ഒരു ഇല എടുക്കാം. ഒരില ജസ്റ്റ് ഒന്ന് കീറിയൊക്കെ ഇട്ട് ഇടിച്ചെടുക്കണം കേട്ടോ. ഒന്ന് ചതച്ചെടുത്താൽ മതി, നല്ലപോലെ അരഞ്ഞ് കിട്ടുമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇടികല്ലൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു 2-3 ഇല എടുത്തിട്ട് മിക്സി ജാറിലിട്ട് നന്നായിട്ട് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ ഈ കല്ലിലിട്ട് ഇത് ഇടിച്ചെടുത്ത ഈ ഒരു ഇല വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണ്, തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണേ. അപ്പോൾ ഇത് ഇതുപോലെ ചതച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റണം. എന്നതിന് ശേഷം വേണം നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു സ്പ്രേ ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഇല ചതച്ചത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ, കൂടുതലായിട്ട് ചതയൊന്നും വേണ്ട. അതിൻ്റെ ആ കുരുമുളകിൻ്റെ ഇലയുടെ സ്മെല്ല് നല്ലതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിനകത്തോട്ട് അടുത്തൊരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്ത് അടിപൊളിയാണ്. പിന്നെ ഇത് ചെയ്യുന്ന സമയത്തേക്ക് നിങ്ങൾ തിളച്ച വെള്ളം മാത്രമേ എടുക്കാവുള്ളൂ. ഞാൻ തിളപ്പിച്ചെടുത്ത വെള്ളമാണ് കേട്ടോ, നല്ലപോലെ വെട്ടിത്തിളയ്ക്കണം. ആ തിളച്ച വെള്ളം നമ്മൾ ചതച്ച് വെച്ച കുരുമുളകിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് ഒരു ചന്ദനത്തിരി. നമ്മുടെ വീട്ടിൽ കത്തിക്കുന്ന ഏതെങ്കിലും ഒരു ചന്ദനത്തിരി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചന്ദനത്തിരി ഒരെണ്ണം മാത്രം മതി, അതൊന്ന് പൊടിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരെണ്ണം മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ, കൂടുതലൊന്നും വേണ്ട. ഇതിട്ടിട്ട് കുറച്ച് സമയം വയ്ക്കുമ്പോൾ ഇത് മെൽറ്റായിട്ട് ചെറിയൊരു ബ്ലാക്ക് കളറിലോട്ടൊക്കെ ഇത് മാറും കേട്ടോ. നന്നായിട്ട് ഫുള്ള് പൊടിച്ചിട്ടിട്ട് എടുക്കുക. ഈർക്കിൽ അതിൻ്റെ ആ സൈഡിൽ ആ കമ്പ് കളയണം കേട്ടോ. കമ്പ് കളഞ്ഞിട്ട് അത് മാത്രം ഇട്ടാൽ മതി. ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യുവാണെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ മടിയാണെങ്കിൽ ഇടികല്ലിലോട്ട് തന്നെയാണെങ്കിൽ ഇട്ട് ചതച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു പേപ്പറിലിട്ടിട്ട് ഇടികല്ല് കൊണ്ടൊന്ന് ഇടിച്ചെടുത്താലും പെട്ടെന്ന് ഇത് പൊടിഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇതൊന്ന് നന്നായിട്ട് അലിഞ്ഞ് വന്നു കഴിയുമ്പോൾ സ്പ്രേ ബോട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ച് വേണം കേട്ടോ. തണുത്തതിന് ശേഷം വേണം അരിച്ചൊഴിച്ച് കൊടുക്കാൻ. അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള വീട്ടിലുള്ള പല്ലിയൊക്കെ പോകും കേട്ടോ. പല്ലി മാത്രമല്ല, നമുക്ക് പ്രാണികളെയൊക്കെ കളയാൻ പറ്റുന്ന അടിപൊളി സൂത്രമാണ്. അപ്പോൾ ഈ ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ, ചൂടോടെ കൂടി ഉപയോഗിക്കരുത്. പിന്നെ തണുക്കുമ്പോഴാകുമ്പോൾ ഇത് നമ്മുടെ കുരുമുളകിൻ്റെ ഇലയുടെ ആ സത്തൊക്കെ ഇറങ്ങിക്കിട്ടും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ. രണ്ടാമത്തെ ടിപ്പിനായിട്ട് ഇതേ ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കോഫി പൗഡറാണ് ഇട്ടിട്ട് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ സ്പ്രേ അല്ല ചെയ്യുന്നത്, ഇങ്ങനെ ഒരു തരി പോലെ ഉണ്ടാക്കി വെക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. ഇതും പല്ലിയെ തുരത്താനുള്ള അടിപൊളി സൂത്രമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോഫി പൗഡർ ഇട്ട് കുറച്ച് മാത്രം മതി കേട്ടോ. ഇനി ഇതിലേക്ക് ചതച്ച ഇല കൂടി ഇട്ട് കൊടുക്കാം. ആ ചതച്ച ഇലയും കൂടി ഇട്ടതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഈ പല്ലിയൊക്കെ ചില സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോറിൻ്റെ തരിയോ ഇതൊക്കെ കിടക്കുമ്പോൾ വന്ന് കഴിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കോഫി പൗഡർ എന്ന് വെച്ചാൽ പല്ലിയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അതിന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഇല ഇങ്ങനെ മതി കേട്ടോ, നല്ല രീതിയിൽ ചതഞ്ഞ് കിട്ടണമെന്നൊന്നും ഇല്ല കേട്ടോ. പല്ലിക്ക് ഇങ്ങനെ കടിക്കുന്നതൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിലോട്ട് നമ്മളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും മെഡിസിന്, പാരസെറ്റാമോളോ ഡോളയോ അങ്ങനെ ഏതെങ്കിലും ഒരു മെഡിസിൻ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പാരസെറ്റാമോളാണ്. ഒരെണ്ണം പൊടിച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ ഇതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഒരു പേപ്പറിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയേ. അപ്പോൾ ഒരെണ്ണം മാത്രം മതി, ഒത്തിരി ഒന്നും വേണ്ട. അപ്പോൾ ഇതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഈ ഒരു മിക്സ് നമ്മൾ എവിടെയാണോ കൂടുതലായിട്ട് പല്ലിയൊക്കെ വരുന്നത് ആ ഭാഗങ്ങളിൽ ജസ്റ്റ് ഒന്ന് വെതറി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അവിടെ കഴിച്ചോളും. ഇത് കംപ്ലീറ്റ് ആയിട്ട് പല്ലിയൊക്കെ ചത്തു പോകും കേട്ടോ. ഇതുകൊണ്ട് ഇതുപോലെ അങ്ങ് മിക്സാക്കുക. മിക്സാക്കിയതിന് ശേഷം ഞാനിപ്പോൾ ടേബിളിലിട്ട് കാണിച്ചു തരാം കണ്ടത്. ഇതുപോലെ ഇങ്ങനെ കിടന്നോളും. അപ്പോൾ എവിടെയാണോ കൂടുതലായിട്ട് പല്ലി വരുന്ന ആ ഭാഗത്തേക്ക് ചെയ്യുക. പിന്നെ ഇതിൻ്റെ പരിസരത്തൊന്നും വേറെ ചോറോ വേറെ ഒന്നും കഴിക്കാനുള്ള ഇട്ട് കൊടുക്കരുത്. അപ്പോൾ അത് കഴിച്ചിട്ട് പല്ലി പോയിക്കളയും. അപ്പോൾ ഇത് മാത്രം ഇട്ട് കൊടുക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വന്ന് പല്ലി കഴിക്കുകയും പല്ലി ചത്തു പോവുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണേ. ഈ ടിപ്സൊക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് എത്രമാത്രം ഇതിൽ ഏതൊക്കെ ടിപ്സാണ് യൂസ്ഫുൾ ആയിരുന്നേ. അപ്പോൾ ഇനി നമ്മൾ മൂന്നാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ ടിപ്പിനായിട്ട് നമ്മൾ എടുക്കേണ്ട സാധനം എന്ന് വെച്ചാൽ കുരുമുളകിൻ്റെ ഇല തന്നെയാണ് കേട്ടോ. അപ്പോൾ കുരുമുളകിൻ്റെ ഇല പച്ച ഇല തന്നെ എടുക്കാവുള്ളേ. ഒരെണ്ണം എടുക്കുക, നേരെ ഇടികല്ലിലേക്ക് ഇട്ട് ഒന്ന് ചതച്ചെടുക്കുക. പിന്നെ ഇത് ഇട്ടിട്ടൊക്കെ നമ്മൾ കൈ കൊണ്ടൊക്കെ എടുക്കുമ്പോഴേ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈക്ക് ചെറിയ ഊത്തലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒന്നെങ്കിൽ പെട്ടെന്ന് കൈ വാഷ് ചെയ്യണം, ഇല്ലെങ്കിൽ സ്പൂണ് കൊണ്ടേ എടുക്കാവുള്ളൂ കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന സാധനം എന്ന് വെച്ചാൽ ചതച്ച കുരുമുളകിൻ്റെ ഇലയുടെ അകത്തിട്ട് 2-3 കഷ്ണം, ഒരു 3 കഷ്ണം വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇടിച്ചു കൊടുക്കുക.
ഒന്ന് ചതഞ്ഞ് വരുമ്പോൾ നമുക്കിത് കോരി പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അടുത്ത ഐറ്റം കൂടി ചേർത്തിട്ട് സ്പ്രേ ഉണ്ടാക്കാം കേട്ടോ. അടിപൊളി ഒരു സ്പ്രേ ആണ്. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലികളെ പോകും കേട്ടോ. ഞാനിത് ചെയ്തതിന് ശേഷം ഇവിടെ പല്ലി എന്ന് പറഞ്ഞ സാധനമേ കാണാനില്ല കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട നല്ല തിളച്ച വെള്ളം തന്നെയാട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം ഇത് വെയിറ്റ് ചെയ്യണം. ഇതെല്ലായിടത്തോട്ടും ആകാൻ വേണ്ടിയിട്ടാണേ. ഇത് നന്നായിട്ട് മിക്സായി വരട്ടെ. അപ്പോൾ അതുവരെയും വെയിറ്റ് ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തിളച്ച വെള്ളത്തിൽ മാത്രമേ ചെയ്യാവുള്ളൂ. ഇതിനോടൊപ്പം തന്നെ നമ്മളൊരല്പം വിനെഗറും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂണോളം മതി. അത്രയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് തണുത്തതിന് ശേഷം അരിച്ചൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടുള്ള പല്ലികളെ പ്രാണികളൊക്കെ ചത്തുപോകും. ഇതുങ്ങളുടെ നിന്ന് യാതൊരു ശല്യം നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് ഒന്ന് പറയണം. അപ്പം അടുത്ത ടിപ്പിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ കേട്ടോ. ചൂടോടെ കൂടിയൊന്നും അതുപോലെ തന്നെ അരിക്കാതെയൊക്കെ സ്പ്രേ ബോട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്പ്രേയറിൻ്റെ ഇടക്കൊക്കെ കയറും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെയൊന്നും ചെയ്ത് കൊടുക്കരുതെന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് അടുത്ത ടിപ്പാണ് കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പിനായിട്ട് നമുക്ക് എടുക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ കുരുമുളകിൻ്റെ ഇല തന്നെയാണ്. അപ്പോൾ അടുത്ത ഒരു പാത്രം എടുക്കുക. പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ദേ തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത അതേ പാത്രം തന്നെ ആയാലും മതി കേട്ടോ. ആ തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് ഇലയെ ഒന്ന് കത്രിക കൊണ്ട് നമുക്ക് ചെറുതായിട്ട് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ മുറിച്ചെടുത്തിട്ട് ആ മുറിച്ച കഷ്ണം വേണം കേട്ടോ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. തീരെ നൈസായിട്ട് മുറിച്ചെടുക്കുക. അത് ഇതേപോലെ അങ്ങ് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് ഇടണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കുരുമുളകിൻ്റെ ഇലയുടെ ആ ഒരു എല്ലാ സത്തും വെള്ളത്തിലോട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. കുറച്ച് മാത്രം മതി കേട്ടോ. ഒരു ഇല കംപ്ലീറ്റ് ഒന്നും വേണ്ട. ഒരു പകുതി ഇലയോളം മതി കേട്ടോ. അത്രയും എടുത്താൽ മതി. ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു വിക്സോ ബാമോ എന്തെങ്കിലും മതി കേട്ടോ. കുറച്ച് കൂടുതലായിട്ട് നല്ലത് വിക്സാണ്. ഒരല്പം മാത്രം വിക്സ് എടുക്കുക. വിക്സ് എടുത്തതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. തിളച്ച വെള്ളത്തിലായതുകൊണ്ട് വിക്സ് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അത് ആ ഒരു നല്ലൊരു സ്മെല്ല് കുരുമുളകിൻ്റെ ഇലയുടെയും വിക്സിൻ്റെയും കൂടെയൊക്കെ ആ ഒരു സ്മെല്ല് ശരിക്കും പ്രാണികളെയും പല്ലികളെയൊക്കെ കംപ്ലീറ്റ് തുരത്തുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു സംഭവം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ പല്ലിയെ കൊല്ലുന്ന ആ ഒരു സ്പ്രേ റെഡിയായിരിക്കുകയാണ്. ഇത് കുറച്ച് സമയം ഈ വെള്ളത്തിൽ ഇങ്ങനെ വെച്ചേക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഇത് മിക്സായി കിട്ടും. കാരണം അതിൻ്റെ സത്ത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വെക്കാൻ പറയുന്നത്. ഇതിലോട്ടൊരല്പം പൗഡറും കൂടി നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പൗഡറും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം തണുത്തതിന് ശേഷം അരിച്ച സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലിയെ തുരത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള 4 സൂത്രങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.